ഓഫീസിൽ എന്താണ് ഉണ്ടായത്? ഓഫീസിലെന്തോന്നു? ഓഫീസിൽ സാധാരണ പോലെ പോയി. ഓഫീസിൽ സാധാരണ പോലെ പോയി. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ആ, എന്നാലേ ആ ക്രിസ്റ്റീനയുടെ കാര്യത്തിൽ നീ ചില തീരുമാനങ്ങൾ എടുക്കണം. ക്രിസ്ത്യനെ കാര്യത്തിൽ ഞാൻ തീരുമാനിക്കാം. ഞാൻ തോന്നുന്നു അവളുടെ അപ്പൻ. അവള് വല്ലതും ഒന്ന് പറഞ്ഞായിരിക്കും. ആ, പറഞ്ഞു. നീ കൂടുതൽ അവളോട് സംസാരിക്കാനൊന്നും പോണ്ട. സംസാരിക്കണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഓഫീസ് വർക്ക് ചെയ്യുമ്പോൾ പിന്നെ സംസാരിക്കൂലേ? അതെങ്ങനെ? ഇവര് ഒരുമിച്ച് വർക്ക് ചെയ്യല്ലേ, അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ്ടേ? ആ, അപ്പൊ നീ അവന്റെ സെറ്റായി അല്ലേ? ഞാൻ ആരുടെ സെറ്റൊന്നുമല്ല, ഞാൻ ന്യായം പറഞ്ഞതാണ്. അയ്യോ, നിന്റെ ഒരു ന്യായം പറച്ചില്. മമ്മി അവളുടെ അപ്രോച്ച് ശരിയല്ല, അതുകൊണ്ടാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞത്. അങ്ങനെ അപ്രോച്ച് ശരിയില്ലാത്തവരുടെ സംസാരം നടത്തുന്ന പലയിടത്തുള്ള സംസാരം പലരും നടത്തേണ്ടി വരും. കണ്ടോ പപ്പ എതിർത്ത് സംസാരിക്കുന്നത്? അതെ, ജെസ്സിമോക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നീ ചെയ്യാൻ പാടില്ല, അത്ര തന്നെ. അതെങ്ങനെ ശരിയാവും? അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. ഭാര്യയായ ജെസ്സി അവിടെ ഉള്ളപ്പോ നീ എന്തിനാ ആ കൊച്ചിനോട് പോയി സംസാരിക്കുന്നത്? അതെ, അതിന് ഇവരുടെ കല്യാണം കഴിഞ്ഞ കാര്യം ആ കൊച്ചിനെ എങ്ങനെ അറിയണേ? ചേടാ, അതാ കൊച്ചിനോടങ്ങ് പറഞ്ഞ പോരെ കൊച്ചെ, അതുകൊണ്ട് പ്രശ്നങ്ങൾ തീരുമല്ലോ. അതൊന്നും അത്ര പെട്ടെന്ന് അങ്ങനെ ചെന്ന് പറയാൻ പറ്റില്ല. പറയണോ? വേണ്ട, പതുക്കെ പറഞ്ഞാ മതി. പപ്പ അതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ ടോം സോയിന്ന് കുറച്ച് കൺട്രോൾ ചെയ്താൽ മതി. ആ, നീ ഇച്ചിരി ഒന്ന് കൺട്രോൾ ചെയ്യണം കേട്ടോ. പപ്പ കൂടുതൽ നോക്കാനും കൊഞ്ചിക്കൊഴിഞ്ഞും പോരുന്ന പ്രത്യേകം പറയണം കേട്ടോ. ആ, അതെ 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 അതെ, എന്തൊക്കെ പറഞ്ഞാലും ജെസ്സിമോളുടെ സന്തോഷത്തിലാണ് ഈ വീട്ടിൽ ഇമ്പോർട്ടൻസ്. അതീ കുറഞ്ഞ ഒരു കാര്യത്തിലും ഞാൻ കൂട്ടിയില്ല. അപ്പൊ അവളുടെ സന്തോഷം പോലെയല്ല എന്റെ മോന്റെ സന്തോഷവും. അവന്റെ ആ സന്തോഷമൊക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി. മോളുടെ സന്തോഷത്തിനാണ് പ്രാധാന്യം. മോളെ എല്ലാം ഓക്കെ അല്ലേ? ഹാപ്പി ആയല്ലോ? ആ, എന്നാ മോള് പോയി ഫ്രഷ് ആയിക്കും. ശരി.